വടക്കൻ പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം നൽകിയവരുടെ ഭീഷണിയെ തുടർന്ന് സ്ത്രീ പുഴയിൽ ചാടി മരിച്ചു. കോട്ടുവള്ളി സ്വദേശിനി 42-കാരിയായ ആശാ ബെന്നിയാണ് മരിച്ചത്. മരണത്തിന് കാരണക്കാരായവരുടെ പേരുകളടക്കം കുറിപ്പ് എഴുതിവെച്ച ശേഷമാണ് പുഴയിൽ ചാടിയത്. കോട്ടുവള്ളി സ്വദേശിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തിരികെ നൽകിയിട്ടും വീണ്ടും പണം വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് ആണ് ഇവരുടെ ആരോപണം. ഇന്നലെ രാത്രി പണം നൽകിയ ആൾ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. പിന്നാലെ ഇന്ന് ഉച്ചയോടെ ഇവർ പുഴയിൽ ചാടുകയായിരുന്നു. അതിൽ ഈ പറഞ്ഞ ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആളും അയാളുടെ ഭാര്യ ബിന്ദു പിന്നെ അവരുടെ മക്കള് എല്ലാവരും കൂടി വന്ന് അമ്മയെ മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ പല രീതിയിലും ടോർച്ചർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മ ആത്മഹത്യയെക്കുറിച്ച് എഴുതിയേക്കണത്, കുറിപ്പിൽ എഴുതിയേക്കണത്. അപ്പോൾ അത് നമ്മൾ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർക്ക് അത് ഒരു ബുക്കിലാണ് എഴുതി വെച്ചത്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ തെളിവിനായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തേക്കണത്. ഇത് മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടത് മാനസികമായിട്ട് അത്ര ടോർച്ചർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് അതിനെതിരായിട്ട് നമുക്ക് നീതി കിട്ടണം. സഹിൻ ആന്റണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഈ ആരോപണ വിധേയൻ എന്നതാണ്. അതോടൊപ്പം ഈ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. തീർച്ചയായിട്ടും രുചീഷ്, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ബ്ലേഡ് മാഫിയയുടെ ഒരു ഭീഷണിയായിട്ട് തന്നെ ഇതിനെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വടക്കൻ പറവൂര് കോട്ടുവള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടുവള്ളി സ്വദേശിനി 42 വയസ്സുകാരിയായ ആശ അവർ ഉച്ചയോടുകൂടി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരുടെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ഈ പോലീസുകാരനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. 2022 ഇയാളിൽ നിന്നും ഇവർ പണം വാങ്ങി. അത് 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങിയതാണ്. ഈ പണം പല ഘട്ടങ്ങളിലായി കൊടുക്കുകയും ഇതിന്റെ പലിശയും കൊടുത്തു. എന്നാൽ കൂടുതൽ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ട ഇയാൾ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് 4 ദിവസം മുൻപ് ഇവർ കൈത്തണ്ട മുറിച്ചിരുന്നു. അന്ന് SP ഓഫീസിൽ വിളിച്ചു വരുത്തി ഇവരെയും ഒപ്പം തന്നെ ഈ റിട്ടയർഡ് പോലീസ് ഓഫീസറെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. റിട്ടയർഡ് പോലീസ് ഓഫീസറോട് ഇവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തരുത് എന്ന് കൃത്യമായി പറയുകയും ചെയ്തതാണ്. എന്നാൽ അയാൾ ഇന്നലെയും വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് ഇവർ ഇന്ന് കൈമുറിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രുചീഷ്.